അഴിക്കാൻ വേണ്ടി പോവാണ്. യെസ്, ഇതൊരു മോട്ടോർ അസംബ്ലിയാണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് നമ്മളിന്നിപ്പോൾ അഴിച്ചു നോക്കാൻ വേണ്ടി. ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു അഴിച്ചുപണിയാണ്, ഒരു ചെറിയൊരു അഴിച്ചുപണി. ഈ ഒരു സംഗതി കണ്ടിട്ട് എത്ര പേർക്ക് മനസ്സിലായി ഇതെന്താണ് സംഭവം എന്ന്? ഇത് കാണുന്ന എത്ര പേർക്ക് മനസ്സിലായി? ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇടുക. കാരണം ഫസ്റ്റ് തന്നെ കമൻറ്റ് ഇടുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന്. അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയത് ഞാൻ പറയാം. ഈ ഒരു സംഗതി മനസ്സിലായില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് ഞാനത് കാണിച്ചു തരാം. ഈ ഒരു സംഗതി കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും ഇതെന്താണെന്ന്. ഇനി മനസ്സിലായില്ലേ? ഒന്നുകൂടെ ചിന്തിച്ച് നോക്കൂ. യൂസ് യുവർ ബ്രെയിൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിറർ അസംബ്ലിയാണ്. അതായത് നമ്മുടെ നോർമൽ ഒരു മിറർ, സാധാരണ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അതിനകത്തൊരു ഗ്ലാസ് വരുന്നുണ്ട്. ഈ ഗ്ലാസ്സിനെ നമുക്ക് ഏത് സൈഡിലോട്ടോ, റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ താഴോട്ടോ മേളിലോട്ടോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മിറർ അസംബ്ലിയാണ്. ഈ മിറർ അസംബ്ലിയുടെ ഈ സെൻറ്റർ പോർഷനാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ സെൻറ്റർ പോർഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ വരുന്ന യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മോട്ടോർ അസംബ്ലിയാണ് ഈ കാണുന്നത്. ഇതൊരു മോട്ടോർ അസംബ്ലിയാണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റമാണ് നമ്മളിന്നിപ്പോൾ അഴിച്ചു നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളതാണ് നമ്മളിന്നിപ്പം നോക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഇവരെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന് ആദ്യം ജസ്റ്റ് നമുക്ക് നോക്കാം. അത് നോക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. അതായത് ഇതിൻ്റെ കളർ കോഡ്സ് ജസ്റ്റ് നോക്കുക. ഇതൊരു ബ്രൗൺ ആണ് വരുന്നത്, ഇതൊരു ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ ഈ ബ്രൗണും ബ്ലൂവും നമുക്ക് ജസ്റ്റ് നോക്കാം. അത് ഇവിടെ നോക്കുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ മെയിൻ വയറിങ് വരുന്നതിനകത്ത് നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലൂ കാണാം, ബ്രൗൺ കാണാം, ബ്ലാക്കും കാണാം. അപ്പോൾ ഞാൻ ഏതായാലും നമ്മുടെ ഒരു 12 വോൾട്ടിൻ്റെ എലിമിനേറ്റർ യൂസ് ചെയ്ത്, അതായത് ഒരു എലിമിനേറ്റർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു DC ഔട്ട്പുട്ട് 12 വോൾട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ രണ്ട് പ്രോപ്സ് ഞാനൊന്ന് കണക്ട് ചെയ്യുകയാണ്. ആദ്യം ഒരു ബ്രൗൺ തന്നെ നമുക്ക് നോക്കിയേക്കാം. ബ്രൗൺ ഞാനൊന്ന് കണക്ട് ചെയ്യുകയാണ്. ബ്രൗൺ ഇങ്ങേ അറ്റം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ബ്ലാക്ക് വരുന്നത് അതിൻ്റെ തൊട്ടിപ്പുറം തന്നെയാണ് ബ്ലാക്ക് വരുന്നത്. അപ്പോൾ ബ്ലാക്കിലോട്ട് ഞാനൊന്ന് കണക്ട് ചെയ്യുകയാണ്. യെസ്, നമുക്കത് വർക്ക് ചെയ്യുന്ന ഇവിടെ കാണാൻ സാധിക്കും. ഒരു ചെറിയ മോട്ടർ കറങ്ങുന്ന ഒച്ചയും കേൾക്കാം. അത്രയേ ഉള്ളൂ. ഇനി അത് നമുക്ക് തിരിച്ചു കൊടുക്കാം. അതായത് പോസിറ്റീവ് നെഗറ്റീവ് നമുക്കൊന്ന് തിരിക്കാം. നോക്കിക്കോണം, ഞാൻ ഇതിങ്ങോട്ട് ഊരി ഇതിപ്പറേ കൊടുത്തു. എന്നിട്ട് ഇതിപ്പുറത്തോട്ട് കണക്ട് ചെയ്തപ്പോൾ നോക്കിക്കോണം, അത് കയറി വരുന്നുണ്ട്. അതായത് മേളിലോട്ടും താഴോട്ടും ഇങ്ങനെയുള്ളൊരു ആ ഡയറക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കിയേക്കാം. അത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്ലൂ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങേ അറ്റത്താണ് വരുന്നത്. ഇതൊരു ബ്ലൂ, പിന്നെ ബ്ലാക്ക് കോമൺ ആണ്. അപ്പോൾ ഈ ബ്ലാക്കിലോട്ട് ഞാനത് കണക്ട് ചെയ്യുകയാണ്. യെസ്, വേണ്ട നമുക്ക് കാണാൻ അതും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അത് നമുക്ക് തിരിച്ചൊന്ന് കൊടുക്കാം. അപ്പ് ആൻഡ് ഡൗൺ രണ്ടും വർക്കിംഗ് ആണോ എന്ന് തന്നെ നമുക്ക് നോക്കിയേക്കാം. ഒറ്റ മോട്ടർ ആണോ എന്നുള്ളതും കൂടെ ഒന്ന് കൺഫേം ആക്കാം. യെസ്, അത് മേളിലോട്ട് കയറി വരാൻ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മോട്ടറിൻ്റെ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിററിനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, അതായത് ഒരു ഫോൾഡിങ് ചെയ്യാൻ വേണ്ടിയുള്ള പർപ്പസിന് യൂസ് ചെയ്യുന്നൊരു മോട്ടറാണ്. ഇത് ശരിക്കും ഇതിൻ്റെ താഴെ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. ഇതിലേത് പോർഷനാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ കോഡ്സ് വരുന്നത് റെഡ് ആൻഡ് വൈറ്റ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും റെഡ് ആൻഡ് വൈറ്റ്. നമുക്കിതിനകത്ത് റെഡ് ആൻഡ് വൈറ്റ് ഒന്ന് കണ്ടുപിടിക്കും. സോറി, റെഡ് അല്ല, ഗ്രേ ആൻഡ് വൈറ്റ് ആണ്. അത് പ്യുവർ ഗ്രേ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു സിമിലർ ടു ഗ്രേ കളറാണ് വരുന്നത്. പിന്നെ റെഡും ആണ് വരുന്നത്. അപ്പോൾ റെഡ് വന്ന് കയറുന്നത് ഇങ്ങറ്റത്താണ്, ഇവിടെ റെഡ്. ഇനി ഗ്രേ വരുന്നത് ഇങ്ങറ്റത്തുമാണ്. ആ പൊസിഷനിൽ കറങ്ങുന്നില്ല. തിരിച്ചു കൊടുത്ത് നോക്കാം. കാരണം ഇത് ക്ലോസ് ആൻഡ് ഓപ്പൺ, ഈ രണ്ട് പൊസിഷൻ നിൽക്കുന്നുള്ളതുകൊണ്ട് ക്ലോസ് ആൻഡ് ഓപ്പൺ വരുന്നുണ്ട്. യെസ്, നമുക്ക് വേണ്ട ഇവിടെ കാണാൻ സാധിക്കും അത് കറങ്ങുന്നത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതായത് എൻ്റെ കൈ വെച്ചുകൊണ്ട് ഇത് തന്നെ തിരിയുന്നത് ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ താഴത്തെ പോർഷനിലൊന്ന് പിടിച്ചേക്കുകയാണ്. നോക്കിക്കോണം, കണ്ടോ തന്നെ തിരിഞ്ഞ് വരുന്നത് കണ്ടോ? ഒന്നുകൂടെ ഞാൻ തിരിച്ച് കാണിച്ചു തരാം. ഹായ്, നല്ല രസമുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോട്ടേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അതായത് ഇതിൻ്റെ മോട്ടർ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഒരു മോട്ടർ അഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എനിക്കും ഉണ്ട്. നമുക്ക് ഏതായാലും ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് അഴിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ വരുന്നതെന്നുള്ളത്. ജസ്റ്റ് ഇത് അഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് ഞാൻ ഇതിലെങ്ങനെ ഇരിക്കുന്നതെന്നുള്ള ജസ്റ്റ് കാണിച്ചു തരാം. 1 2 3 സ്ക്രൂവിലാണ് ഇത് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആസിറ്റീസ് എല്ലാത്തിനും സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ തൽക്കാലം ഞാനിതൊന്ന് മാറ്റുകയാണ്. ഈ 3 സ്ക്രൂ അഴിച്ച് നമ്മളിത് ഫ്രീ ആയിട്ട് പുറത്തോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് അഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1 2
2, 3 അതായത് 3 ക്ലിപ്പുകളാണുള്ളത്. ഈ 3 ക്ലിപ്പ് നമ്മൾ അഴിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ചെറിയൊരു ഫ്ലാറ്റ് ഞാൻ സ്ക്രൂ ഡ്രൈവറിങ് എടുക്കുകയാണ്, ചെറിയൊരു മൈനസ് ഞാൻ എടുക്കുകയാണ്. എന്നിട്ട് ഇത് പതുക്കെ ഒന്ന് തിക്കിങ് എടുക്കുക. ജസ്റ്റ് ക്ലിപ്സാണ്, ക്ലിപ്പ് നമ്മളൊന്ന് പതുക്കെ പൊക്കിയാൽ മാത്രം മതി. ഏതായാലും വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ പോരുന്നുണ്ട്. ഞാനത് അഴിക്കാൻ വേണ്ടി പോവാണ്. ടടാ. യെസ്. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇത് ഇങ്ങനെയാണ്. കണ്ടോ, നമ്മൾ ഈ കാണുന്ന പോലെ ഇതാണ് ഇതിനകത്ത് വരുന്ന ഫംഗ്ഷൻ. വളരെ സിമ്പിളാണ്. 2 മോട്ടേഴ്സ് അത് തിരിഞ്ഞ് കറങ്ങുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. നമുക്ക് ഏതായാലും ഇത് അഴിച്ച സ്ഥിതിക്ക് ഇനിയൊന്ന് കറക്കി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ചാടിപ്പോവില്ല എന്നൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല, പക്ഷേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈങ് എപ്പോഴും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബ്ലൂവും ബ്ലാക്കും ഒന്ന് നോക്കിയേക്കാം. ബ്ലൂ വരുന്നത് ഈ സൈഡിലാണ്. ഓക്കെ, ഇനി അടുത്ത പൊസിഷൻ ഇവിടെ. അതിൻ്റെ ഗ്രീസൊക്കെ അതെറിക്കുന്നത് കേട്ടോ. യെസ്, താന്നു പോകുന്ന നമുക്ക് കാണാം. തീർന്നു. ഇനി നമുക്ക് അവനെ ഒന്ന് തിരിച്ചു കൊടുക്കാം, അതായത് മേളിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ടീത്ത് പതുക്കെ പൊങ്ങി വരിക, കാരണം പൊങ്ങുന്ന സമയത്ത് ആ ഒരു ടീത്തും കൂടെ പൊങ്ങിയതാണ്. ഞാൻ ഏതായാലും ജസ്റ്റ് ഒന്ന് കൈ ഇവിടെ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് കാണാം, കണ്ടോ അത് പൊങ്ങി വരുന്നത്. സംഗതി അടിപൊളിയാണ് ഏതായാലും. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. ഇനി ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ മോട്ടർ പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡിലാണ്. മോട്ടർ കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം. യെസ്, ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു കുഞ്ഞു മോട്ടറാണ് നമ്മുടെ മിറർ അസംബ്ലിയെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എനിക്കൊന്ന് പഴയ RC കാറൊക്കെ, അതായത് നമ്മളെ കൊച്ചിലേക്ക് നമ്മൾ പലരും കളിച്ചിട്ടുണ്ടായിരിക്കും RC കാറൊക്കെ കൊണ്ട്. ഈ RC കാറിനകത്ത് വരുന്ന സെയിം മോട്ടർ തന്നെയാണ്. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഞാനിതൊക്കെ ഇന്ന് ഓർക്കുന്നുണ്ട്. ഞാനിത് പതുക്കെ അഴിച്ച് ഇതിനകത്ത് വരുന്ന രണ്ട് യൂണിറ്റ്സിലോട്ട് പതുക്കെ 2 വയർ കൊണ്ട് കറണ്ടൊക്കെ കൊടുത്ത് ഇത് കറക്കുന്നതൊക്കെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു ശരിക്കും പറഞ്ഞാൽ പെർമനൻറ്റ് മാഗ്നറ്റൊക്കെ വരുന്ന മോഡലാണ്. സംഗതി നല്ല അടിപൊളിയാണ്. അപ്പം ഈ സംഗതി നമ്മൾ അഴിച്ചു. ഇത് അതുപോലെ തന്നെ തിരിച്ച് ഞാനൊന്ന് ഫിറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ പർപ്പസ്. അത് നടന്നു. ഇനി ഞാൻ തിരിച്ചതുപോലെ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്യട്ടെ. യെസ്, അത് കഴിഞ്ഞു. നമ്മൾ ഈ ഒരു കവറും കൂടെ തിരിച്ച് അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുകയാണ്. ഓക്കെ, ഒരു ലോക്ക് ഒടിഞ്ഞു പോയി കേട്ടോ, കാരണം ഇങ്ങനത്തെ കുരുത്തക്കേണ്ട പരിപാടി ആരും കാണിക്കരുത്. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അത് സെറ്റ് ചെയ്തു. ഇനി ഈ ഒരു സാധനം നമുക്ക് അഴിക്കാൻ ഇവിടെ 1, 2, 3 ക്ലിപ്സുകൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ചുമ്മാ ഒന്ന് അഴിച്ച് നോക്കാം. ഏതായാലും ഒന്ന് അഴിക്കണം എന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഴിക്കാതെ വിടരുത്. യെസ്, അങ്ങനെ നമ്മൾ പതുക്കെ പൊക്കി എടുക്കുകയാണ്. വാവ്, മോട്ടർ ചെറിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് ശരിക്കും ഇതിൻ്റെ പരിപാടി സെയിം രീതി, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് പിന്നെ കൺസീൽഡാണ്. എനിക്ക് ഇങ്ങനെ കാണിച്ചാൽ എത്ര പേർക്ക് ഇത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഒരു സ്പൈറൽ ടൈപ്പ് ടീത്താണ് വന്നിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിനെ കൺട്രോൾ ചെയ്ത് അത് പിന്നെ ഒരു സ്പൈറലാകുകയാണ് ചെയ്യുന്നത്. ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം, എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ഫോട്ടോയും കൂടെ അറ്റാച്ച് ചെയ്തേക്കാം, ഇപ്പം കുറേ പേർക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഏതായാലും സംഗതി ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പം ഈ ഒരു കാര്യത്തിൽ ആരെങ്കിലും ഒരു സംശയം ചോദിക്കുകയാണെങ്കിൽ പോലും എങ്ങനെയാണ് ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതായത് ഒരു മിറർ താക്കാനും പൊക്കാനും സൈഡിലോട്ടൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഈ ഒരു കാര്യത്തിലാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫോൾഡിങ് എങ്ങനെയാണ് ഓപ്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലും ഒരു സിംഗിൾ മോട്ടറാണ് വരുന്നത്. സിംഗിൾ മോട്ടർ തന്നെയാണ് തിരിച്ചും മറിച്ചും കറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രീതിക്കാണെങ്കിലും, അതായത് നമ്മുടെ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന അതിനകത്തും വരുന്നത് ഡബിൾ മോട്ടർ വരുന്നുണ്ടെങ്കിൽ പോലും 2 പൊസിഷനാണ്, അതായത് 2 ആക്സസ് ആണ് അത് ചെയ്യാൻ വേണ്ടിയുള്ളത്. അതായത് ഒരു മിറർ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു മിററിന് അപ്പ് ആൻഡ് ഡൗൺ മോഷനും റൈറ്റ് ആൻഡ് ലെഫ്റ്റ് മോഷനും. അപ്പോൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റിന് ഒരു മോട്ടറും അപ്പ് ആൻഡ് ഡൗണിന് ഒരു മോട്ടറും, അങ്ങനെ 2 മോട്ടർ വെച്ച് 4 ആക്സസ് ആണ് അവിടെ നടക്കുന്നത്. ഏതായാലും സംഗതി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും.